ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം പ്രീ മാർക്കറ്റില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവത്സരാശംസകൾ നേരുകയാണ്. ഒരു 2-3 ദിവസം പ്രീ മാർക്കറ്റില്ലായിരുന്നു. ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ UK ലണ്ടനിലെ അവസാനത്തെ ഒരു ഹോളിഡേ ട്രിപ്പിലാണ്. ചിലപ്പം ഇതായിരിക്കും എൻ്റെ അവസാനത്തെ ഹോളിഡേയും UK. അപ്പം അതിൻ്റെ ഒരു ട്രിപ്പിലായതുകൊണ്ടാണ്, വീട്ടിലില്ല, അതുകൊണ്ടാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒന്നും ഇല്ലാതിരുന്നത്. ഇപ്പോഴും ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, എങ്കിലും വീക്കിലി അനാലിസിസിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഡൗ ജോൺസ് 258 പോയിൻറ്റ് പോസിറ്റീവായിട്ടും നസ്ഡാക്ക് 19 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും 55 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിങ്കളാഴ്ച. ഡേ ക്യാൻഡലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 ദിവസം മാർക്കറ്റ് ഏകദേശം ഒരു കൺസോൾട്ടേഷൻ വന്നു. 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി കൺസോൾട്ടേഷൻ വന്നു. 31-ന് റാലി നടത്തി. 1-ാം തീയതി വീണ്ടും ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-ാം തീയതി മാർക്കറ്റ് വലിയൊരു റാലി നടത്തിയിട്ട് മാർക്കറ്റ് ഇപ്പം എത്തി നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പ് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം എത്തി നിൽക്കുന്നത്. ഏകദേശം ഇവിടെ വച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയാണ് മാർക്കറ്റ്. ഇതിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഞാനൊന്ന് പാനിക്കായി. മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടോ? കാരണം ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇത്രയും 4 ദിവസം കൃത്യമായിട്ട് താഴോട്ടൊരു ഡൗൺ ട്രെൻഡിൽ വന്നു. എങ്കിലും ഇതിന് താഴോട്ട് മാർക്കറ്റ്, കാരണം ഇവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാണ്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് എന്തായാലും താഴോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി. പക്ഷേ ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ഏരിയ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്യണം. താഴോട്ട് കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് ഇതിന് താഴെ ഒരു ലോവർ ലോ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് തന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് തന്നു. അപ്പോഴും അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈക്ക് താഴെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ഹയർ ലോയും തന്നു. മാർക്കറ്റ് വീണ്ടും ഒരു കൺസോൾട്ടേഷനിലോട്ടാണ്. ഈ ഒരു ഓൾ ടൈം ഹൈ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കയറി കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു റാലി പ്രതീക്ഷിക്കാം. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 27,000. ഈ മാസം ഞാൻ എന്തായാലും പറയുന്നില്ല, 27,000 എത്തുമെന്ന് ഞാൻ പറയുന്നില്ല. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നൊരു റാലി നടത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാനിവിടെ 2 ബെൻഡ് വരച്ചിട്ടുണ്ടായിരുന്നു. 2 ബെൻഡും ഞാൻ എടുത്ത് മാറ്റുന്നു. കാരണം അവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ റിവേഴ്സ് വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു ബെൻഡ് വന്നുവെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടി. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് ശ്രദ്ധിക്കേണ്ട 2 ട്രെൻഡ് ലൈൻസ് ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. അപ്പോൾ മുകളിലോട്ട് മാർക്കറ്റ് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഈ 2 ട്രെൻഡ് ലൈനും ശ്രദ്ധിക്കുക. ബാക്കി ലെവൽസ് നമുക്ക് 15 മിനിറ്റ്സിൽ നോക്കാം. 15 മിനിറ്റ്സിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വന്നു. ലോവർ ഹൈയിലും ലോവർ ലോ ഫോർമേഷനിലും മാർക്കറ്റ് താഴോട്ട് വന്നു. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടി. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലോട്ട് തിരിച്ചു പോയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റ്. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റിൽ നിന്ന് കറങ്ങുന്നത്. അവിടെ നിന്ന് കൃത്യമായിട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും അടുത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, മുകളിലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ 26,410 ലെവൽ ശ്രദ്ധിക്കണം. 26,654 അടുത്ത ആഴ്ചകളിൽ, ഈ ആഴ്ചയിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ
മാർക്കറ്റ് മുകളിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവൽസാണ് 26,419 26,654 കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടേക്കുക. ഇൻട്രാഡേ ലെവൽസ് അല്ല, ഇത് ഈ ആഴ്ചയിൽ പ്രധാനമായിട്ടും റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുള്ള 2 ലെവൽസാണ് 26,419 26,654. ഇൻട്രാഡേ ലെവൽസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കൃത്യമായിട്ട് ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 26,227 26,123 വലിയൊരു സപ്പോർട്ടായിരിക്കും. നിഫ്റ്റി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും 26,123 വലിയ സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടും. അതിന് തൊട്ട് മുകളിൽ വരുന്ന ലെവലെന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻ 26,235 കൃത്യമായിട്ട് നോക്കുക. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 26,235 മുകളിലോട്ട് ഒരു റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ റിവേഴ്സ് കൃത്യമായിട്ട് നോക്കുക. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴോട്ട് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് എൻട്രി നോക്കാം. ഇനി താഴോട്ടാണ് എൻട്രി നോക്കുന്നതെങ്കിൽ താഴോട്ട് ഇത് ബ്രേക്കൗട്ട് കിട്ടിയാലും 26,235 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും താഴോട്ട് കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രെൻഡ് ലൈന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സപ്പോർട്ട് ലെവലും ഈ ട്രെൻഡ് ലൈനും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് PE നോക്കാം. താഴോട്ട് ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 26,125 മാർക്കറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട്. ചിലപ്പം ഈ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും, കാരണം ഇത് നേരത്തെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നതാണ്, ഇവിടെയും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ റാലിയിൽ 15 മിനിറ്റിൽ കൃത്യമായിട്ട് ഇവിടെ നിന്ന് 2 വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടിപ്പോയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 26,123 മുതൽ 26,235 വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വലിയൊരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് ഈ ഒരു സോണിൽ കൃത്യമായിട്ട് ചെറിയ പോയിന്റിലൊക്കെ ഇറങ്ങി സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇവിടെ നിന്നും ഒരു റിവേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,410 വരയ്ക്കും 19 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഇതൊരു ബ്രേക്കൗട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്കൗട്ട് താഴോട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിലിൽ കണ്ട ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലോട്ട് മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വരും. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലോട്ട് വീണ്ടും മാർക്കറ്റ് ഇറങ്ങി വരും. ഇവിടെ നിന്നൊരു താഴോട്ടൊരു ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ നമ്മൾ കണ്ട ഈ ഒരു 15 മിനിറ്റിൻ്റെ ഈ ഒരു സോണ് താഴോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും പഴയൊരു കൺസോൾട്ടേഷൻ 1000 പോയിൻറ്റിൻ്റെ റേഞ്ചിലോട്ട് കൺസോൾട്ടേഷനിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ട് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 ലെവൽസ് എന്ന് പറയുന്നത് 26,419 26,654 നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ നേരെ വൈഡ് CPR ആണ് വരുന്നത്. 26,229 തൊട്ട് 26,296 വരയ്ക്കാണ്. ഏകദേശം 70 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത മിക്കവാറും ഉണ്ട്. അപ് ട്രെൻഡിനുള്ള സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ 26,407 26,389 ഗ്യാപ്പ് അപ്പ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 26,280 26,261 CPRനുള്ളിൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാലും ചിലപ്പോൾ
ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഡൗൺ ട്രെൻഡ് ഏതുവരേക്കാണ്? ഈ ഒരു CPR വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ 5 മിനിറ്റ്സിൻ്റെ 2 ബേസ് ക്യാൻഡിലുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനും സാധ്യതയുണ്ട്. അപ്പം താഴോട്ട് 26,280, 26,261 ശ്രദ്ധിക്കുക. CPRനുള്ളിൽ വരുന്ന ലെവലാണ്. CPR സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിൻ്റെ നിഫ്റ്റിക്ക് കൊടുക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാലും മുകളിൽ 26,407, 26,389 ആയിരിക്കും സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 26,407 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,476, 26,491 റേഞ്ചിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയേക്കും. CPR ബ്രേക്കൗട്ട് കിട്ടിയാൽ പോലും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ പോലും 26,205, 26,185 സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും. അപ്പം ഈ ഒരു 2 റേഞ്ചും ശ്രദ്ധിക്കുക. ചാടിക്കയറി ഒന്നും താഴോട്ട് നോക്കരുത്. CPR സ്ട്രോങ് സപ്പോർട്ടായിരിക്കും താഴോട്ട്. കാരണം അതൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. ഇവിടെ കൺസോൾട്ടേഷൻ നടന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് റാലി നടത്തിയ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലെവലൊക്കെ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും. 26,261, 26,280 ലെവല് സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടിയേക്കും. സപ്പോസ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലും 26,205, 26,185 നിന്ന് മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.